അധ്യായം 23. ടയറിനും സീദോനുമെതിരെ. ടയറിനെക്കുറിച്ചുള്ള അരുളപ്പാട്. താർശീശിലെ കപ്പലുകളെ വിലപിക്കുവിൻ. ഭവനമോ തുറമുഖമോ അവശേഷിക്കാതെ ടയർ ശൂന്യമായിരിക്കുന്നു. സൈപ്രസ് ദേശത്തുനിന്ന് അവർ ഇത് അറിഞ്ഞു. തീരദേശവാസികളെ, കടൽ കടന്ന് കച്ചവടം നടത്തുന്ന സീദോൻ വർത്തകരെ, നിശബ്ദരായിരിക്കുവിൻ. ഷീഹോറിലെ ധാന്യങ്ങൾ, നൈൽ തടത്തിലെ വിളവ് ആയിരുന്നു അവരുടെ വരുമാനം. നിങ്ങൾ അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വ്യാപാരം ചെയ്തു പോന്നു. സീദോനെ ലജ്ജിക്കുക, എന്തെന്നാൽ സമുദ്രം സംസാരിച്ചിരിക്കുന്നു. സമുദ്രദുർഗം പറയുന്നു, ഞാൻ പ്രസവവേദന അനുഭവിക്കുകയോ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ യുവാക്കന്മാരെയും കന്യകമാരെയും വളർത്തിയിട്ടില്ല. ടയറിനെക്കുറിച്ചുള്ള ഈ വാർത്ത കേട്ട് ഈജിപ്റ്റ് കഠിന ദുഃഖത്തിലാകും. തീരദേശവാസികളെ, താർശീശിലേക്ക് കടന്നു വിലപിക്കുവിൻ. ഇതാണോ പണ്ടേ സ്ഥാപിതമായ ആഹ്ലാദപൂർണമായ നിങ്ങളുടെ നഗരം? ഇതാണോ വിദൂരങ്ങളിൽ ചെന്ന് താവളം ഉറപ്പിച്ച നഗരം? രാജാക്കന്മാരെ വാഴിച്ചിരുന്ന ടയറിൻ്റെ മേൽ ഭൂമിയിലെങ്ങും ആദരണീയരായ വർത്തക പ്രഭുക്കന്മാർ ഉണ്ടായിരുന്ന ടയറിൻ്റെ മേൽ ആരാണ് ഈ അനർത്ഥം വരുത്തിയത്? ഭൂമിയിലെ സർവ്വമഹത്വത്തിൻ്റെയും അഹങ്കാരത്തെ നിന്ദിക്കാൻ, ഭൂമിയിലെ മഹാന്മാരെ അവമാനിതരാക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണിത് ചെയ്തത്. താർശീശിൻ്റെ പുത്രി, നൈൽ തടത്തിലെന്ന പോലെ നീ കൃഷി ഇറക്കുക. തുറമുഖങ്ങൾ നശിച്ചുപോയി. അവിടുന്ന് സമുദ്രത്തിൻ്റെ മേൽ കരം നീട്ടി രാജ്യങ്ങളെ വിറപ്പിച്ചു. കാനാനിലെ ശക്തി ദുർഗങ്ങളെ നശിപ്പിക്കാൻ കർത്താവ് കൽപ്പന നൽകി. അവിടുന്ന് അരുളിച്ചെയ്തു, മർദ്ദിതയായ സിയോൻ കന്യകേ, നിന്റെ ആഹ്ലാദം അവസാനിച്ചു. എഴുന്നേറ്റ് സൈപ്രസിലേക്ക് പോവുക. അവിടെയും നിനക്ക് ആശ്വാസം ലഭിക്കുകയില്ല. കൽദായരുടെ ദേശം കണ്ടാലും ഇതാണ് ആ ജനത. ഇത് അസീറിയ ആയിരുന്നില്ല. അവർ ടയറിനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവർ അവിടെ ഉപരോധ ഗോപുരങ്ങൾ പടുത്തുയർത്തുകയും അവളുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു. അവർ അവളെ നാശകൂമ്പാരമാക്കി. താർശീശിലെ കപ്പലുകളെ വിലപിക്കുവിൻ. നിങ്ങളുടെ ശക്തിദുർഗം ശൂന്യമായിരിക്കുന്നു. ഒരു രാജാവിൻ്റെ ജീവിതകാലമായ 70 വർഷത്തേക്ക് ടയർ വിസ്മരിക്കപ്പെടും. ആ 70 വർഷം പൂർത്തിയാകുമ്പോൾ വേശ്യയുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ടയറിന് സംഭവിക്കും. വിസ്തൃതമായ സ്വൈരിണി, വീണമീട്ടി നഗരത്തിന് പ്രദക്ഷിണം വയ്ക്കുക. മധുരഗീതം പൊഴിക്കുക, ഗാനങ്ങൾ ആലപിക്കുക. നിന്നെ ഞാൻ ഓർക്കട്ടെ. 70 വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് ടയറിനെ സന്ദർശിക്കും. അവൾ തൊഴിൽ പുനരാരംഭിക്കും. ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടും. അവളുടെ വ്യാപാര ചരക്കുകളും സർവ്വ ആദായങ്ങളും കർത്താവിന് സമർപ്പിക്കപ്പെടും. അവ സംഭരിക്കുകയോ പുകഴ്ത്തിവെക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ അവളുടെ വ്യാപാര ചരക്കുകൾ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്നവർക്ക് സമർത്ഥമായ ഭക്ഷണവും മോടിയുള്ള വസ്ത്രങ്ങളുമായി ഭവിക്കും. അധ്യായം 24. ഭൂമിയുടെ മേൽവിധി. കർത്താവ് ഭൂമിയെ ശൂന്യവും വിജനവുമാക്കി തീർക്കും. അവിടുന്ന് അതിൻ്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കും. ജനത്തിനും പുരോഹിതനും അടിമയ്ക്കും യജമാനും ദാസിക്കും സ്വാമിനിക്കും, വാങ്ങുന്നവനും വിൽക്കുന്നവനും, വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും, ഉത്തമർണനും അധമർണനും ഒന്നുപോലെ സംഭവിക്കും. ഭൂമി തീർത്തും ശൂന്യമാകും, പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും. കർത്താവിൻ്റേതാണ് ഈ വചനം. ഭൂമി ക്ഷയിച്ച് ദുഃഖിച്ചു പോകുന്നു. ലോകമാകെ വാടിക്കൊഴിയുന്നു. ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു. ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു. വീഞ്ഞ് വിലപിക്കുകയും മുന്തിരി വാടുകയും ചെയ്യുന്നു. സന്തുഷ്ടചിത്തർ നിറവിൽപ്പെടുന്നു. തപ്പുകളുടെ നാദം നിലച്ചു. ആഹ്ലാദിക്കുന്നവരുടെ സ്വരം അവസാനിച്ചു. വീണനാദം ഇല്ലാതായി. ഗാനാലാപത്തോടുകൂടെ ഇനി അവർ വീഞ്ഞു കുടിക്കുകയില്ല. മദ്യം അത് കുടിക്കുന്നവർക്ക് അരോചകമായി തീരുന്നു. കലാപത്തിൻ്റെ നഗരം തകർക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും കടക്കാനാവാത്ത വിധം എല്ലാ ഭവനങ്ങളും അടച്ചു പൂട്ടിയിരിക്കുന്നു. വീഞ്ഞില്ലാത്തതിനാൽ തെരുവുകളിൽ മുറവിളി ഉയരുന്നു. സന്തോഷം അസ്തമിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ആഹ്ലാദം അപ്രത്യക്ഷമായിരിക്കുന്നു. നഗരത്തിൽ ശൂന്യത മാത്രം അവശേഷിച്ചിരിക്കുന്നു. കവാടങ്ങൾ തല്ലി തകർത്തിരിക്കുന്നു.
ഒലിവ് തല്ലുന്നത് പോലെയും മുന്തിരിപ്പഴം പറിച്ചു തീർന്നിട്ട് കാല പെറുക്കുന്നവരെ പോലെയും ആയിരിക്കും ഭൂമിയിൽ ജനതകളുടെ ഇടയിൽ സംഭവിക്കുക. അവർ സ്വരമുയർത്തി സന്തോഷഗാനം ആലപിക്കുന്നു. പടിഞ്ഞാറ് നിന്ന് അവർ ആർത്തു വിളിച്ച് കർത്താവിൻ്റെ മഹിമയെ പ്രകീർത്തിക്കുന്നു. അതിനാൽ കിഴക്കും കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. തീരദേശത്തും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവിൻ. നീതിമാനായ ദൈവത്തിൻ്റെ മഹത്വത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഉയരുന്നു. എന്നാൽ ഞാൻ പറയുന്നു, ഞാൻ തളരുന്നു, ഞാൻ ക്ഷയിച്ചു പോകുന്നു, എനിക്ക് ദുരിതം. വഞ്ചകൻ വഞ്ചനയോടെ പെരുമാറുന്നു, വഞ്ചകൻ തികഞ്ഞ വഞ്ചനയോടെ പെരുമാറുന്നു. ഭൂവാസികളെ, ഭീതിയും ചതിക്കുഴിയും കെണിയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവർ കെണിയിൽപ്പെടും. ആകാശജാലങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു. ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു, അത് ഛിന്നഭിന്നമായി അത് പ്രകമ്പനം കൊള്ളുന്നു. ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു. അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്, അത് വീഴുന്നു, ഇനി എഴുന്നേൽക്കുകയില്ല. അന്ന് കർത്താവ് ആകാശ സൈന്യത്തെ ആകാശത്തിലും ഭൂപതികളെ ഭൂമിയിലും ശിക്ഷിക്കും. അവരെ ശേഖരിച്ച് ഇരുട്ടറയിൽ തടവുകാരായി സൂക്ഷിക്കും. അവരെ തടവറയിൽ അടയ്ക്കുകയും അനേക ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ചന്ദ്രൻ ഇരുളുകയും സൂര്യൻ മുഖം പൊത്തുകയും ചെയ്യും. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിൽ ഭരണം നടത്തും. ജെറുസലേമിലും അതിൻ്റെ ശ്രേഷ്ഠന്മാരുടെ മുൻപിലും തൻ്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തും. അധ്യായം 25. കൃതജ്ഞതാഗീതം. കർത്താവേ, അങ്ങാണെൻ്റെ ദൈവം. ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അങ്ങ് നഗരത്തെ കൽക്കൂമ്പാരമാക്കി, സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി. വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി, അത് ഇനിമേൽ പണിതുയർത്തുകയില്ല. അതിനാൽ പ്രബല ജനതകൾ അങ്ങയെ മഹത്വപ്പെടുത്തും, നിർദ്ദയരായ ജനതകളുടെ നഗരങ്ങൾ അങ്ങയെ ഭയപ്പെടും. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടും വെയിലിൽ തണലും. നീചൻ കോട്ടയ്ക്കെതിരെ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ്. മണലാരണ്യത്തിലെ ഉഷ്ണക്കാറ്റുപോലെ വിദേശികളുടെ ആക്രോശം അങ്ങ് അടക്കുന്നു. മേഘത്തിൻ്റെ തണൽ വെയിൽ മറയ്ക്കുന്നത് പോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു. കർത്താവിൻ്റെ വിരുന്ന്. ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പും മുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്. സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വച്ച് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണിത് അരുളി ചെയ്തിരിക്കുന്നത്. അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും. ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ, നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിൻ്റെ കരം ഈ പർവ്വതത്തിൽ വിശ്രമിക്കും. ചാണകക്കുഴിയിൽ വൈക്കോൽ എന്ന പോലെ മൊബാവ് അവിടെ ചവിട്ടി മെതിക്കപ്പെടും. നീന്തൽക്കാരൻ നീന്താൻ കൈ വിരിക്കുന്നത് പോലെ അവൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് കൈനീട്ടും. എന്നാൽ കർത്താവ് അവൻ്റെ അഹങ്കാരവും കരങ്ങളുടെ സാമർഥ്യവും ഒന്നുപോലെ നശിപ്പിക്കും. അവൻ്റെ ഉന്നതമായ കോട്ടകളെ അവിടുന്ന് തകർത്ത് താഴെയിട്ട് പൊടിയാക്കിക്കളയും. അധ്യായം 26. വിജയഗീതം. അന്ന് യൂദാദേശത്ത് ഈ കീർത്തനം ആലപിക്കും. നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട്. കർത്താവ് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു. വിശ്വസ്തത പാലിക്കുന്ന നീതിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെ ഇറക്കി, അതിനെ നിലംപറ്റെ നശിപ്പിച്ച് പൊടിയിലാഴ്ത്തി. ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ ചവിട്ടി മെതിക്കുന്നു. നീതിമാന്റെ മാർഗം നിരപ്പുള്ളതാണ്, അവിടുന്ന് അതിനെ മിനുസമുള്ളതാക്കുന്നു. കർത്താവേ, അങ്ങയുടെ നിയമത്തിൻ്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം.
രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു, എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. എന്തെന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു. ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാൽ അവൻ നീതി അഭ്യസിക്കുകയില്ല. സത്യസന്ധതയുടെ ദേശത്ത് അവൻ വക്രത കാണിക്കുന്നു. അവൻ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുന്നില്ല. കർത്താവെ, അങ്ങ് കരം ഉയർത്തിയിരിക്കുന്നുവെങ്കിലും അവർ അത് കാണുന്നില്ല. അങ്ങയുടെ ജനത്തിനു വേണ്ടിയുള്ള അവിടുത്തെ തീഷ്ണത കണ്ട് അവർ ലജ്ജിക്കട്ടെ. അങ്ങയുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള അഗ്നി അവരെ ദഹിപ്പിച്ച് കളയട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു. ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, മറ്റ് അധിപന്മാർ ഞങ്ങളെ ഭരിച്ചിട്ടുണ്ട്, എന്നാൽ അങ്ങയുടെ നാമം മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറയുന്നത്. അവർ മരിച്ചു, ഇനി ജീവിക്കുകയില്ല. നിഴലുകൾ മാത്രമായി അവർ ഇനി എഴുന്നേൽക്കുകയില്ല. അത്രത്തോളം അവിടുന്ന് അവരെ നശിപ്പിച്ചു. അവരുടെ സ്മരണ പോലും തുടച്ചു മാറ്റി. കർത്താവെ, അങ്ങ് ജനത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ജനത്തിൻ്റെ വളർച്ച അങ്ങേക്ക് മഹത്വം നൽകിയിരിക്കുന്നു. ദേശത്തിൻ്റെ അതിർത്തികൾ അങ്ങ് വിസ്തൃതമാക്കി. കർത്താവെ, കഷ്ടതകൾ വന്നപ്പോൾ അവർ അങ്ങയെ അന്വേഷിച്ചു. അങ്ങയുടെ ശിക്ഷ തങ്ങളുടെ മേൽ പതിച്ചപ്പോൾ അവർ അങ്ങയോട് പ്രാർത്ഥിച്ചു. കർത്താവെ, ഗർഭിണി പ്രസവമെടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ച് കരഞ്ഞു. ഞങ്ങളും ഗർഭം ധരിച്ച് വേദനയോടെ പ്രസവിച്ചു. എന്നാൽ കാറ്റിനെ പ്രസവിക്കുന്നത് പോലെയായിരുന്നു അത്. ദേശത്തെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഭൂമിയിൽ വസിക്കാൻ ഇനി ആരും ജനിക്കുകയില്ല. അങ്ങയുടെ മരിച്ചവർ ജീവിക്കും, അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. പൂഴിയിൽ ശയിക്കുന്നവരെ ഉണർന്ന് സന്തോഷകീർത്തനം ആലപിക്കുവേൻ. അങ്ങയുടെ ഹിമഗണം പ്രകാശം ചൊരിയുന്ന തുഷാര ബിന്ദുവാണ്. നിഴലുകളുടെ താഴ്വരയിൽ അങ്ങ് അത് വർഷിക്കും. ശിക്ഷയും രക്ഷയും. എൻ്റെ ജനമേ, വരുവിൻ, മുറിയിൽ പ്രവേശിച്ച് വാതിലടയ്ക്കുവിൻ. ക്രോധം ശമിക്കുന്നതുവരെ അല്പസമയത്തേക്ക് നിങ്ങൾ മറഞ്ഞിരിക്കുവിൻ. ഇതാ, ഭൂവാസികളെ അവരുടെ അകൃത്യങ്ങൾക്ക് ശിക്ഷിക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. തൻ്റെ മേൽ ചൊരിഞ്ഞ രക്തം ഭൂമി വെളിപ്പെടുത്തും. വധിക്കപ്പെട്ടവരെ ഇനി അവൾ മറച്ചു വയ്ക്കുകയില്ല. അധ്യായം 27. അന്ന് കർത്താവ് തൻ്റെ വലതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട് ലെവിയാഥാനെ, പുളഞ്ഞു പായുന്ന ലെവിയാഥാനെ ശിക്ഷിക്കും. സമുദ്രവ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവേൻ. കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ. ഞാൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു. ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിന് രാപകൽ കാവൽ നിൽക്കുന്നു. എനിക്ക് ക്രോധമില്ല. മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ ഞാൻ അവയോട് പൊരുതും. ഞാൻ അവയെ ഒന്നിച്ച് ദഹിപ്പിക്കും. അവയ്ക്ക് എൻ്റെ സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാധാന ഉടമ്പടി ചെയ്യട്ടെ. എന്നോട് സമാധാനത്തിൽ കഴിയട്ടെ. ഭാവിയിൽ യാക്കോബ് വേരുപിടിക്കും, ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും. ഭൂമി മുഴുവൻ അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയും. ഇസ്രായേലിൻ്റെ ശത്രുക്കളെ പ്രഹരിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേലിനെ പ്രഹരിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ ജനത്തിൻ്റെ ഘാതകരെ വധിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേൽ ജനത്തെ വധിച്ചിട്ടുണ്ടോ? അവിടുന്ന് അവരെ പ്രവാസത്തിലേക്ക് ശിക്ഷിച്ചു. കിഴക്കൻ കാറ്റിൻ്റെ നാളിൽ അവിടുന്ന് അവരെ ഊതിപ്പറപ്പിച്ചു. അങ്ങനെ യാക്കോബിൻ്റെ പാപം പരിഹരിക്കപ്പെടും. അവൻ്റെ പാപമോചനത്തിൻ്റെ പൂർണ്ണഫലം ഇതാണ്. ചുണ്ണാമ്പുകല്ല് പോലെ അവൻ ബലിപീഠത്തിൻ്റെ കല്ലുകൾ പൊടിച്ചു കളയുകയും അക്ഷേര പ്രതിഷ്ഠകളും ധൂപപീഠങ്ങളും നശിപ്പിക്കുകയും ചെയ്യും. ബലിഷ്ഠ നഗരം വിജനമായിരിക്കുന്നു. ജനനിബിഡമായ നഗരം മരുഭൂമി പോലെ വിജനവും ശൂന്യവുമായിരിക്കുന്നു. അവിടെ കാളക്കിടാവ് മേഞ്ഞു നടക്കുകയും വിശ്രമിക്കുകയും ഓരോ പൊടിപ്പും തകർക്കുകയും ചെയ്യുന്നു. മരച്ചില്ലകൾ ഉണങ്ങി ഒടിഞ്ഞു വീഴുന്നു. സ്ത്രീകൾ അത് ശേഖരിച്ച് തീ കത്തിക്കുന്നു. വിവേകം കെട്ട ഒരു ജനമാണിത്. അതിനാൽ അവരുടെ സൃഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമില്ല. അവർക്ക് രൂപം നൽകിയവന് അവരിൽ പ്രസാദമില്ല. അന്ന് യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്ത് തോട് വരെ കർത്താവ് കറ്റമെതിക്കും. ഇസ്രായേൽ ജനമേ, നിങ്ങളെ ഓരോരുത്തരെയായി കർത്താവ് ശേഖരിക്കും. അന്ന് ഒരു വലിയ കാഹളധ്വനി ഉയരും. അസീറിയയിൽ നഷ്ടപ്പെട്ടവരും ഈജിപ്തിലേക്ക് ഓടിക്കപ്പെട്ടവരും അന്ന് ജെറുസലേമിലെ വിശുദ്ധ നഗരിയിൽ കർത്താവിനെ ആരാധിക്കും.